ജനസംഖ്യാനുപാതികമായി വാർഡ് വിഭജനം വേണമെന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം എന്ന ആക്ഷേപം. ചില പഞ്ചായത്തുകളിൽ ജനങ്ങൾ കുറവും വാർഡ് കൂടുതലുമാണെങ്കിൽ ചില തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡുകളിലും ജനങ്ങളുടെ ബാഹുല്യം കാണാം. ജനപ്രാതിനിധ്യ അനുപാതം അട്ടിമറിക്കപ്പെടുന്നതാണ് ഈ രീതിയെന്നാണ് പരാതി. മീഡിയ വൺ അന്വേഷണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനം നടത്തുമ്പോൾ ഓരോ വാർഡിലെയും ജനസംഖ്യ കഴിയുന്നിടത്തോളം തുല്യമായിരിക്കണമെന്നാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം. എന്നാൽ സംസ്ഥാനത്തൊട്ടാകെ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ വോട്ടർമാരുടെ എണ്ണത്തിലും വലിയ വ്യത്യാസമാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. 68,432 പേരാണ് ഒളവണ്ണയിലുള്ളത്. ഒരു വാർഡിൽ ശരാശരി 2,851 പേർ. എന്നാൽ ഇവിടെ 8 വാർഡുകളിൽ 3000-ന് മുകളിൽ ജനസംഖ്യയുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിലെ തന്നെ കായണ്ണ ഗ്രാമപഞ്ചായത്തിലെ ആകെ ജനസംഖ്യ 13,755 മാത്രമാണ്. ഒരു വാർഡിൽ ശരാശരി 982 പേർ. 800ഓളം ജനസംഖ്യയുള്ള വാർഡുകളും കായണ്ണ ഗ്രാമപഞ്ചായത്തിലുണ്ട്. കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ ആകെ 22 വാർഡുകൾ. ജനസംഖ്യ 36,172. ഒരു വാർഡിൽ ശരാശരി 1,644 പേർ. കൊല്ലത്ത് തന്നെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുകളിലായി ആകെ ജനസംഖ്യ 61,287. ഒരു വാർഡിൽ ശരാശരി 2,550-ന് മുകളിൽ ആളുകൾ. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഡിവിഷനുകളിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് സമാനമായി ജനസംഖ്യാനുപാതികമായ അന്തരമുണ്ട്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ആകെ 53 വാർഡുകളിലായി 1,74,176 പേർ. ഒരു വാർഡിൽ ശരാശരി 3,286 പേർ. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ആകെ ജനസംഖ്യ 17,253. ഒരു വാർഡിൽ ശരാശരി 663 പേർ. കൂത്താട്ടുകുളം നഗരസഭയിലെ വാർഡിലെ ജനസംഖ്യ ചില ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യയേക്കാൾ കുറവ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 101 വാർഡുകൾ. 17,000 വോട്ടർമാരുണ്ട് ഭീമാപ്പള്ളി വാർഡിൽ. അതേസമയം പാങ്ങപ്പാറ വാർഡിൽ 3,151 വോട്ടർമാരേയുള്ളൂ. കണ്ണൂർ കോർപ്പറേഷനിൽ 56 വാർഡുകൾ. എല്ലാ വാർഡിലും ജനസംഖ്യ 5,000-ൽ താഴെയെന്ന് കണക്കുകൾ. ജനപ്രാതിനിധ്യത്തിൽ ഏറ്റവും പ്രധാനം ഒരാൾക്ക് ഒരു വോട്ട് എന്നതുപോലെ വോട്ടിൻ്റെ വെയിറ്റേജ് തുല്യമായിരിക്കണം എന്നുള്ള അതിലിവിടെ വ്യത്യാസം വരുന്നുണ്ട്. ആർട്ടിക്കിൾ 40 തുല്യ നീതി ഉണ്ടാവണം, അത് ഇവിടെ ലംഘിക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 40 ലംഘിക്കപ്പെടുന്നുണ്ട്. ഈക്വൽ റെപ്രസെൻറ്റേഷൻ നിർബന്ധമാണ്, അതും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. ഷബീർ ഉമർ, മീഡിയ വൺ, കോഴിക്കോട്.